മിനിസ്റ്ററുടെ സ്വന്തം തട്ടകമാണ്. മിനിസ്റ്ററും ഒരു കലാകാരനാണ് ഉള്ളുകൊണ്ട്. അപ്പോൾ മിനിസ്റ്റർ നമുക്കൊപ്പമുണ്ട്. പവലിയൻ ഉദ്ഘാടനത്തിലേക്ക് നമ്മളെല്ലാ പ്രേക്ഷകരെയും ക്ഷണിക്കുന്നു. VS രഞ്ജിത്ത്, ജെയ്സൺ. അരുൺകുമാർ, അതായത് നമ്മളിപ്പോൾ അങ്ങനെ തോളത്ത് കൈയിട്ട് നടക്കുന്നത് ഞങ്ങൾ ഒന്നിച്ച് പിന്നെ പല കാലങ്ങളിലും ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുള്ള ആളുകളാണ്. മാത്രമല്ല ഒരു മന്ത്രി എന്നതിനുപരി നിരവധി പ്രസംഗവേദികൾ കീഴടക്കിയ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ഒരു കക്ഷിയാണ് അങ്ങേര്. ചില്ലറക്കാരനല്ല, CH മുഹമ്മദ് കോയ പുരസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും വലിയ പുരസ്കാരമാണ്. ഇന്നും അങ്ങനെയാണ് തോന്നുന്നു അല്ലേ? പ്രസംഗത്തിന്റെ ഏറ്റവും വലിയ, കേരളത്തിലെ തന്നെ എല്ലാ സ്ഥലങ്ങളിൽ നിന്ന് വന്ന് പ്രസംഗ മത്സരത്തിൽ പങ്കെടുക്കുന്നതാണ്. ഇദ്ദേഹത്തിൻ്റെയൊക്കെ പ്രസംഗം കേട്ടിട്ടാണ് നമ്മളൊക്കെ ആവേശത്തിലേക്ക് വന്ന് ക്ലാസ് മുറികളിൽ ആവേശം കൊള്ളിച്ചിട്ടുള്ള ആളാണ്, വേദികളിൽ ആവേശം കൊള്ളിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഇത് പ്രധാനമായി പിന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള നമ്മുടെ പവലിയൻ ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റവും മികച്ച വ്യക്തിയാണ്. എല്ലാ രീതിയിലും അല്ല, അത് അഴീക്കോട് മാഷടക്കം എത്രയോ പേരുണ്ട്. അത് ഗംഭീരമായിട്ടുള്ള ആവേശമാണ്. പക്ഷെ ഒരു കാര്യം എന്നോട് നേരിട്ട് പറയട്ടെ, ഇന്നലെ റിപ്പോർട്ടറുകാർ അവതരിപ്പിച്ച ഘോഷയാത്ര ഞങ്ങളെ വെല്ലുവിളിക്കുന്ന ഘോഷയാത്രയായിരുന്നു. എല്ലാവരും ഒരേ വേഷമൊക്കെ ആയിട്ട് വാഹനത്തിൽ നാട്ടുകാരെ അഭിസംബോധന ചെയ്യുമ്പോൾ ഞങ്ങൾ തന്നെ പേടിച്ചു. അതൊരു സമാന്തര ഒരു സമാന്തര ഘോഷയാത്ര സംഘടിപ്പിക്കുന്നു. ഗംഭീരായി. എന്തായാലും നല്ല ഒരുക്കത്തോടു കൂടിയിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. അതിന് സന്തോഷം. എന്തായാലും നമുക്ക് നടപടിക്രമത്തിലേക്ക് കിടക്കാം. ഓക്കെ, മിനിസ്റ്റർ നമുക്കിപ്പോൾ ഉണ്ട്. വെരി ഗുഡ് മോർണിംഗ് മിനിസ്റ്റർ തട്ടകത്തിലാണ്. അപ്പോൾ നമ്മൾ പവലിയൻ ഇല്ലില്ല, ഉദ്ഘാടനം ചെയ്താൽ മതി. നമ്മൾ ജെയ്സനുണ്ട്. മിനിസ്റ്റർ വെരി ഗുഡ് മോർണിംഗ്. പഴയ പ്രസംഗ പുലിയാണ് അവിടെ നിൽക്കുന്നതെന്ന് എനിക്കറിയാം. വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ സ്വന്തം തട്ടകത്തിലേക്ക് തിരിച്ചു വരികയാണ്. കലാമാമാങ്കം വൈബാക്കണം, ഉഷാറാക്കണം നമുക്ക് അല്ലേ? ആവേശപൂർവ്വം. അതെ, അതിഗംഭീരമാകും. 64ാമത് സ്കൂൾ യുവജനോത്സവം ചരിത്രത്തിന്റെ ഭാഗമാകുന്ന വിധത്തിലുള്ള നല്ല തയ്യാറെടുപ്പുകളോടുകൂടിയാണ് നടക്കുന്നത്. ഇന്നു മുതൽ കുട്ടികൾ ഇങ്ങനെ വരികയാണ്. ഇന്നലെ രാത്രി 11 മണിക്കും 12 മണിക്കും ഒക്കെ കാസർകോട്ടെ ഒപ്പന പിന്നെ മത്സരത്തിന് വന്ന കുട്ടികളൊക്കെ വരുമ്പോൾ അവർക്ക് താമസിക്കാൻ പോകുന്ന സ്ഥലത്തേക്ക് പോകുന്നതിനേക്കാൾ കൂട്ടുകാരെ കാണാൻ, ലോകത്തിന്റെ വിസ്മയം കാണാൻ ഓടി വരികയാണ് അവര്. ഈ കലോത്സവത്തിന്റെ പന്തലൊക്കെ കണ്ട് വളരെ സന്തോഷപൂർവ്വം. അതായത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വരുന്ന ആളുകളുടെയൊക്കെ ലോകം വലുതാവുകയാണ് ഇന്നു മുതൽ. എല്ലാ കുട്ടികളും കൂടി അവരുടെ സ്നേഹങ്ങളുണ്ടാകുന്നു, അവരുടെ ഇഷ്ടങ്ങളുണ്ടാകുന്നു. അവരിനി ലോകത്തിൻ്റെ വിവിധ മൂലകളിൽ എത്തിച്ചേരുമ്പോഴും തൃശ്ശൂരിലെത്തിയതിൻ്റെ ഓർമ്മയുണ്ടാകുന്നു. അരുൺ സാധാരണ പറയാറുള്ളത് പോലെ ഇത്തവണ പൂരത്തോടു കൂടിയാണ് ഞങ്ങൾ തുടങ്ങുന്നത്. നല്ല ഗംഭീര മേളമാണ്. 9 മണി മുതൽ പാണ്ഡിമേളത്തിൻ്റെ ഏറ്റവും ഉച്ചസ്ഥായിലുള്ള 100 കലാകാരന്മാർ പങ്കെടുക്കുന്ന ഞങ്ങളുടെ കിഴക്കൂട്ടനിയന്മാരും ചെറുശ്ശേരി കുട്ടന്മാരും ഒക്കെ നേതൃത്വം നൽകുന്ന അസാമാന്യമായിട്ടുള്ള പൂരത്തോടെയാണ് കുട്ടികളെ സ്വീകരിക്കുന്നത്. ഗംഭീരമാവും. ഇങ്ങോട്ട് എത്തുകയാണല്ലേ? വരുന്നുണ്ട്. ഇങ്ങോട്ട് എത്തുമല്ലോ. എത്തും. ഉറപ്പായിട്ടും വരണം. തീർച്ചയായിട്ടും. മിനിസ്റ്റർ ഒരു കാര്യം കൂടി, നമ്മൾ ഈ ഒരു കാലത്ത് ഏതാണ്ട് 10-30 ദിവസം ഒരുമിച്ച് പുലർക്കാലം അതെ നമ്മൾ നവകേരള യാത്രയിൽ ഉണ്ടായിരുന്നതാണ്. മിനിസ്റ്റർ ഒരു കാര്യം കൂടി, ഇപ്പൊ മിനിസ്റ്റർ പഴയ പ്രസംഗ പുലിയൊക്കെയാണല്ലോ. ഒരുപാട് കുട്ടികൾ ഈ പരിപാടി കാണുന്നുണ്ട്, രക്ഷിതാക്കളും അധ്യാപകരും ഒക്കെ. അപ്പം മിനിസ്റ്റർ ഇപ്പോൾ ഒരു കുട്ടിയാണെന്ന് സങ്കല്പിക്കുക, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി. അപ്പോൾ മിനിസ്റ്റർക്ക് ഇപ്പോൾ വിഷയം കിട്ടുകയാണ് പ്രസംഗിക്കാനായിട്ട്. വർത്തമാന ലോകം നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തെക്കുറിച്ച് 1 മിനിറ്റ് ഒന്ന് പ്രസംഗിച്ചാൽ മിനിസ്റ്റർ എങ്ങനെയായിരിക്കും പഴയ കാലത്തെ ആ പ്രസംഗത്തിന്റെ ശൈലിയിൽ? നമ്മൾ ഈ രാഷ്ട്രീയം വിട്ടിട്ട് സ്കൂൾ കുട്ടിയുടെ നിലവാരത്തിലൊരു പ്രസംഗം തുടങ്ങും. നമ്മൾ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എന്ന ആശംസയോടുകൂടി തന്നെ തുടങ്ങും. ഇന്ന് വർത്തമാനകാലം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളികളൊന്ന് കമ്പോളവൽക്കരണത്തിന്റെ ഏറ്റവും പുതിയ ആശയങ്ങൾ നമ്മുടെ കുട്ടികളുടെ തലയ്ക്ക് മീതെ പെയ്തിറങ്ങുന്നു എന്നുള്ളതാണ്. മനുഷ്യരാവുക എന്ന മുദ്രാവാക്യമാണ് ഇപ്പോൾ നമുക്ക് പറയാനുള്ളത്. വർത്തമാനകാലത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആശയമാണ് 64ാമത് സ്കൂൾ യുവജനോത്സവത്തിൻ്റെ 25 വേദികളും സൂര്യകാന്തി മുതൽ ഇങ്ങോട്ട് മനോഹരമായിട്ടുള്ള പൂക്കളുടെ പേരിലാണ്. നമുക്ക് മാതൃകയാക്കാവുന്ന ഈ പേരുകൾ ഒരു തോട്ടത്തിലെ വിവിധ നിറങ്ങളിലും വിവിധ സുഗന്ധങ്ങളിലുമുള്ള പൂക്കളെ പോലെ മതേതരത്വത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും കൂട്ടായ്മയുടെയും വേദിയിലേക്ക് നമ്മൾ പോകണം എന്നാണ് ആധുനിക കാലത്തെ സംസ്കാരം. വഴിതെറ്റിപ്പോകാൻ ഒരു കാരണവശാലും നമ്മളെ പ്രേരിപ്പിക്കാതിരിക്കാൻ പിന്നിട്ട കാലത്തിന്റെ പാരമ്പര്യത്തോടെ ആത്മവിശ്വാസത്തോടെ പോകണം. നമസ്കാരം. ഓക്കെ, വെരി ഗുഡ്. പ്രസംഗ മത്സരത്തിന് വിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 1ാം സമ്മാനം A+ ശ്രീ കെ രാജൻ, തൃശൂർ. മിനിസ്റ്റർ, 2ാമതൊരു വിഷയം കൂടി ഞാൻ തരട്ടെ. മിനിസ്റ്റർ പറയത്തില്ലെന്നറിയാം. ഇല കൊഴിയുമോ?
തുടരും വെരി ഗുഡ്. ഓക്കെ മിനിസ്റ്റർ, നടക്കട്ടെ. അപ്പൊ ഞാൻ വി എസ് എഞ്ചിനിലേക്ക് അപ്പൊ നമുക്ക് ഉഷാറാക്കാം നേരിട്ട് കാണുമ്പോൾ. താങ്ക് യു വി എസ് എഞ്ചിൻ. അപ്പൊ വി എസ് എഞ്ചിൻ നമ്മുടെ പരിപാടി നടക്കട്ടെ. അതെ ഓക്കെ താങ്ക് യു. ഓക്കെ, 64ാമത് കലോത്സവത്തിന്റെ വേദിയിൽ റിപ്പോർട്ടർ പവലിയൻ ഉദ്ഘാടനം ചെയ്യുന്നത് ഇതാണ് റിപ്പോർട്ടറിന്റെ പവലിയൻ. കലകലക്കൻ പൂരം പവലിയനാണ് പ്രേക്ഷകർ കാണുന്നത്. ഈ 25 വേദികളിലെയും ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കും. ഒപ്പം തന്നെ ഓരോ ഇടങ്ങളിൽ നിന്ന് കലാകാരന്മാരുടെ പ്രകടനങ്ങളും തത്സമയം റിപ്പോർട്ടർ TV പ്രേക്ഷകരിലേക്ക് എത്തിക്കും. വി എസ് രഞ്ജിത്തും ജേസൺ ചാവോളപ്പനും അർജുൻ കല്യാടും സുനീഷ യെല്ലൂരും ഒപ്പം നമ്മളുടെ റോഷ്നിയും റിപ്പോർട്ടർ മറ്റു വാർത്താ സംഘങ്ങളും വാർത്താംഗങ്ങളും ചേർന്ന് പ്രേക്ഷകരിലേക്ക് വാർത്തകളെല്ലാം എത്തിക്കും. ഇന്നലത്തെ മാർച്ച് മാസ്റ്റൊക്കെ കണ്ടിട്ട് എഴുന്നള്ളത്തൊക്കെ കണ്ടിട്ട് വലിയ വിളംബര ഘോഷയാത്രയൊക്കെ കണ്ടപ്പോൾ ആൾക്കാർ ഇത് റിപ്പോർട്ടർ അവതരിപ്പിക്കുന്ന കലാപരിപാടിയാണോ എന്ന് പ്രേക്ഷകർ ചോദിച്ചു. സന്തോഷം. നമ്മളുടെ വാർത്താ സംഘം പതിവ് പോലെ ഉഷാറായി കളത്തിലിറങ്ങിയിട്ടുണ്ട്. കളം നിറയും, കളം പിടിക്കും.